ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ. അതായത് ഒരു യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ കാരണം ഒരു r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്ഫിയർ, ഇൻസൈഡ് ദ സ്ഫിയർ ഒക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയറിൻ്റെ കേസിലും ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സ്ഫിയറും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയറും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന കേസിൽ വരുന്ന സമയത്ത് സ്മോൾ r വിൽ ബി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. ഓക്കെ, സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന്. സോ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു -del V out എന്ന് നമുക്ക് പറയാം. ഇവിടെ സ്മോൾ r വിൽ ബി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. So V out is the potential due to the polarized sphere at a distance r from the center of the sphere, and outside the sphere r small r is greater than capital R. ഇവിടെ V out എന്ന് പറയുന്നത് ഈ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ കാരണം r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇവിടെ സ്മോൾ r ക്യാപിറ്റൽ ആറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ആവുന്ന കേസിൽ. ഓക്കെ, so V out will be equal to 1/4πε0 volume integral P dot r cap divided by r square into d tau. ഇത് നമ്മൾ നേരത്തെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് V out is equal to 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ P dot r cap divided by r square into d tau എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ P എന്ന് പറയുന്നത് പോളറൈസേഷൻ ആണ്. യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ ആയതുകൊണ്ട് ഈ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് പോലെ പുറത്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. V out is equal to P dot 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ r cap by r square into d tau എന്ന് നമുക്ക് എഴുതാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയറിന്റെ ഇക്വേഷൻ E is equal to 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ റോ എഫ് ഡി ടോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ്. നമുക്കറിയാം റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. ഈ ചാർജ് ഡെൻസിറ്റി ഇവിടെ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആവുമ്പോൾ ഇതിനെയും നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ E ഈക്വൽ ടു റോ എഫ് ബൈ 4πε0 ഇൻറ്റു വോളിയം ഇൻറ്റഗ്രൽ ഡി ടോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഇവിടെയുള്ള ഡെൻസിറ്റീനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം ഈ ഡിവൈഡഡ് ബൈ റോ എഫ് വരും അല്ലേ. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ റോ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. V out is equal to P dot 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ r cap by r square into d tau എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ V out is equal to P dot 1/4πε0 വോളിയം ഇൻറ്റഗ്രൽ r cap by r square into d tau. അപ്പോൾ 1/4πε0 ഇൻറ്റു വോളിയം ഇൻറ്റഗ്രൽ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ ഈക്വൽ ടു ഇ ബൈ റോ എഫ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ടേമിന് പകരം നമ്മൾ ഇ ബൈ റോ എഫ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് V out ഈസ് ഈക്വൽ ടു P ഡോട്ട് ഇ ബൈ റോ എഫ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ, ഈ ഇലക്ട്രിക് ഫീൽഡ്, റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി, V out എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ഡ്യൂ ടു ദ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലേ. ഇനി E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റെ ഇക്വേഷൻ Q/4πε0 r സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം എൻക്ലോസ്ഡ് ഇൻറ്റു ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 4/3 പൈ r ക്യൂബ് വേർ r ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇൻറ്റു ചാർജ് ഡെൻസിറ്റി റോ എഫ്. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഈ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 4/3 നമ്മൾ എടുക്കുന്നു പൈ ആർ ക്യൂബ് റോ എഫ് ഡിവൈഡഡ് ബൈ 4/3 ആർ സ്ക്വയർ അല്ലേ. ഈ 4ഉം ക്യാൻസൽ ആവും, പൈയും ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? E ഈസ് ഈക്വൽ ടു ആർ ക്യൂബ് റോ എഫ് ബൈ
3 ആപ്സിലോൺ 0 ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് നമുക്ക് കിട്ടും. എന്ത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇനി വി ഔട്ട്, ഇത് ആറാമത്തെ ഇക്വേഷൻ ആണ്. അഞ്ചാമത്തെ ഇക്വേഷൻ എന്താണ്? വി ഔട്ട് ഈസ് ഈക്വൽ ടു പി ഡോട്ട് ഇ ബൈ റോ എഫ്. അപ്പൊ ഈ ഇന്റെ വാല്യൂ, ഈ ഒരു വാല്യൂ ആറാമത്തെ ഇക്വേഷനിൽ കിട്ടിയ ഇ ഈസ് ഈക്വൽ ടു ആർ ക്യൂബ് റോ എഫ് ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് നമ്മൾ ഇവിടെ ഈ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? വി ഔട്ട് ഈസ് ഈക്വൽ ടു പി ഡോട്ട് ഇന്റെ ഇക്വേഷൻ ആർ ക്യൂബ് ആർ എഫ് ഇൻറ്റു ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു എന്താ ഇ ബൈ റോ എഫ് ഉണ്ടല്ലോ അല്ലെ, ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു റോ എഫ് വരും അല്ലെ. അപ്പോൾ ഈ റോ എഫ് റോയും ക്യാൻസൽ ആയി പോവും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? പി ഡോട്ട് ആർ ക്യാപ്പ് ഇൻറ്റു ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ സ്ക്വയർ എന്ന് വരും. ഈ പി ഡോട്ട് ആർ ക്യാപ്പ് ഇൻറ്റു ആർ ക്യൂബിനെ നമുക്ക് പി ആർ ക്യൂബ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു പി ആർ ക്യൂബ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഡ്യൂ ടു എ യൂണിഫോംലി പോളറൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലേ. അതിന്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് ഡെൽ വി ഔട്ട് ആണ് അല്ലേ. അപ്പോൾ വി ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഡെൽ ഇൻറ്റു വി ഔട്ട് എന്ത് വരും? മൈനസ് ഡോ വി ഔട്ട് by dou r into r cap plus 1 by r dou v out by dou theta into theta cap plus 1 by r sin theta into dou v out by dou phi into phi cap എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഇ ഔട്ട് ഈസ് ഈക്വൽ ടു പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു 2 കോസ് തീറ്റ ആർ ക്യാപ് പ്ലസ് സൈൻ തീറ്റ തീറ്റ ക്യാപ് എന്ന് കിട്ടും. ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഡ്യൂ ടു എ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡ്യൂ ടു എ യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഇ ഇൻ അല്ലെ. ഇതാണ് നമ്മളെ സ്ഫിയർ, പോളറൈസ്ഡ് സ്ഫിയർ ആണ്. അതിന്റെ അകത്ത് ഇൻസൈഡ് ഒരു പോയിന്റ്, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതേ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനെയാണ് വി ഇൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഫിയറിന്റെ സെന്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. പോളറൈസേഷനും ഈ ഒരു ആറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. സോ ഇ ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ഇൻ. അപ്പോൾ പൊട്ടൻഷ്യൽ നമുക്കറിയാം വി ഇൻ ഇസ് ഈക്വൽ ടു 1/4 പൈ ആപ്സിലോൺ 0 വോളിയം ഇന്റഗ്രൽ പി ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ. അപ്പോൾ വോളിയം ഇന്റഗ്രൽ നമ്മൾ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് പോളറൈസേഷൻ ഇന്റഗ്രേഷന്റെ, അതായത് ഈ പിനെ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാം. അപ്പൊ പി ഡോട്ട് 1/4 പൈ ആപ്സിലോൺ 0 വോളിയം ഇന്റഗ്രൽ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ടോ എന്ന് വരും ഈ ഒരു ഇക്വേഷൻ. പി യൂണിഫോംലി പോളറൈസ്ഡ് സ്ഫിയർ ആയതുകൊണ്ട് പി നമ്മൾ ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം നമ്മൾ നേരത്തെ കണ്ടു ഇ ബൈ റോ എഫിന് ഈക്വൽ ആണ്. അപ്പൊ വി ഇൻ ഇസ് ഈക്വൽ ടു പി ഡോട്ട് ഇ ബൈ റോ എഫ് എന്ന് വരും അല്ലെ. ഇ എന്ന് പറയുന്നത് വെക്ടർ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ക്യൂ ഡാഷ് ഇൻറ്റു ആർ ക്യാപ് ബൈ 4 പൈ ആപ്സിലോൺ 0 ആർ സ്ക്വയർ. ക്യൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ചാർജ് ആണ് അല്ലെ. അപ്പൊ ക്യൂ ഡാഷ് നമുക്ക് 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ ആർ എന്താണ്? ഈ റേഡിയസ് ആണ്. സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ആണ്. ആർ ക്യൂബ് ഇൻറ്റു റോ എഫ് ചാർജ് ഡെൻസിറ്റി, വോളിയം ഇൻറ്റു ചാർജ് ഡെൻസിറ്റി വരും അല്ലെ. ഇനി ഈ ഇന്റെ ഇക്വേഷനിൽ ക്യൂ ഡാഷിന് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4/3 ഇൻറ്റു ക്യൂവിന് പകരം പൈ ആർ ക്യൂബ് റോ എഫ് ഡിവൈഡഡ് ബൈ 4 പൈ ആപ്സിലോൺ 0 ആർ സ്ക്വയർ എന്ന് വരും. 4ഉം 4ഉം ക്യാൻസൽ ആവും, പൈ ക്യാൻസൽ ആവും, ആർ ക്യൂബിൽ 3യും ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ടാവും? റോ എഫ് ആർ ഡിവൈഡ് ബൈ 3 ആപ്സിലോൺ 0 ആർ ക്യാപ് എന്ന് വരും എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ 16 നമ്മൾ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഈ വാല്യൂ ഈ വി ഇൻ ഈക്വൽ ടു പി ഡോട്ട് ഇ ബൈ റോ എഫിലെ ഇക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഇൻ ഇസ് ഈക്വൽ ടു പി ഡോട്ട് ആർ
റോ എഫ് ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 റോ എഫ് ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് വരും. റോയും ക്യാൻസൽ ആയി പോവും. ബാക്കി പി ഡോട്ട് ആർ ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 എന്ന് വരും. ഈ വെക്ടർ പി ഡോട്ട് വെക്ടർ ആറിനെ നമുക്ക് പി ആർ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ വി ഇൻ ഈസ് ഈക്വൽ ടു പി ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 3 ആപ്സിലോൺ 0 എന്ന് വരും. ഇവിടെ ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് റേഡിയൽ വെക്ടർ സെഡ് ആണ്. എന്താണ്? റേഡിയൽ വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ് ആണ്. സോ ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് സെഡിന് ഈക്വൽ ആണ്. സോ ഈ ആർ കോസ് തീറ്റയ്ക്ക് പകരം സെഡ് കൊടുക്കുമ്പോൾ വി ഇൻ ഇസ് ഈക്വൽ ടു പി സെഡ് ബൈ 3 ആപ്സിലോൺ 0 എന്ന് കിട്ടും. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡിന്റെ ഇക്വേഷൻ എന്താ? മൈനസ് ഡെൽ വി ഇൻ ആണ്. വി ഇൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ക്യാപ് ഇൻറ്റു വി ഇൻ എന്താണ്? പി സെഡ് ബൈ 3 ആപ്സിലോൺ 0. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ പോളറൈസ്ഡ് സ്ഫിയർ ഈക്വൽ ടു മൈനസ് പി ബൈ 3 ആപ്സിലോൺ 0 ഇൻറ്റു കെ ക്യാപ് എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എന്താണ് പറയുന്നത്? വിത്തിൻ ദ പോളറൈസ്ഡ് സ്ഫിയർ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി അലോങ് ദ ഡയറക്ഷൻ ഓഫ് പോളറൈസേഷൻ. അതായത് ഒരു പോളറൈസ്ഡ് സ്ഫിയറിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ആകെ പോളറൈസേഷൻ്റെ ഡയറക്ഷനിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.